നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ സ്വർണ്ണ നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന ഈ കോപ്പർ റൂഫിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഡിവൈൻ ഫീലിംഗ് ആണ്. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് കൂടാതെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. 100-ലധികം വർഷം കഴിഞ്ഞിട്ടും ഇത് കേടുകൂടാതിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്ന പാറ്റിന എന്നുള്ളൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് വഴിയാണ്. കോപ്പർ സാധാരണ മോയ്സ്ചറിനായിട്ട് റിയാക്ഷൻ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് അതിൻ്റെ മുകളിൽ. അത് ബേസിക്കലി ഈ ഒരു കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫർദർ ആയിട്ടുള്ള റസ്റ്റ്, അതായത് തുരുമ്പ് പിടിക്കുന്നതൊക്കെ ഇത് ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഒരു പ്രശ്നമില്ലാണ്ട് ഇത് നിലനിൽക്കും. കോപ്പറിൻ്റെ മാലിയബിൾ പ്രോപ്പർട്ടിയാണ് അടുത്ത പ്രത്യേകത. അതായത് ഹാമർ ചെയ്തുകൊണ്ടും ചൂടാക്കിക്കൊണ്ടും നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലോട്ട് ഇത് വളരെ ഭംഗിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൂടാതെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രക്ചറിൻ്റെ മുകളിലുള്ള സ്ട്രെസ്സ് ഇത് വളരെയധികം കുറക്കും. അതുകൂടാതെ കോപ്പർ ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയലാണ്. ബാക്ടീരിയയുടെ വളർച്ച, ഫംഗസ്, ആൽഗെ ഇതെല്ലാം തടയുന്നത് വഴി ഇത് വളരെ നീറ്റായിട്ട് വളരെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് നിലനിൽക്കും. കോപ്പർ നല്ലൊരു തെർമൽ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ബിൽഡപ്പ് ചെയ്യുന്ന ചൂട് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് കളയും. അതുകൂടാതെ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വഴി ആ ഒരു ടെമ്പറേച്ചർ ഉള്ളിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. കൂടാതെ ഹിന്ദുയിസത്തിൽ ഇതിന് വളരെയധികം സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പോസിറ്റീവ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പ്യുവർ മെറ്റലായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂജാകർമ്മങ്ങൾക്കും അമ്പലത്തിലെ പല കാര്യങ്ങൾക്കും ഈ ഒരു മെറ്റൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത് കാണാം. നമുക്ക് ചുറ്റുമുള്ള പഴയകാല നിർമ്മിതികളിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കാത്ത ഇതുപോലുള്ള പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്.